ഹലോ ഗൈസ്, ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ പി സി ബിൽഡ് പാർട്ട് 4 ആണ് ഇന്നത്തെ വീഡിയോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ SATA SSD മാറ്റിയിട്ട് ഒരു NVMe SSD ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. കാരണം ഈ കാലത്ത് അങ്ങനെ ആരും SATA SSD ഉപയോഗിക്കൽ കുറവാണ്. NVMe SSD ആണ് കുറച്ചും കൂടി ഫാസ്റ്റ്. അപ്പോൾ അങ്ങനെ ഒരു SSD ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇന്നത്തെ അൺബോക്സിങ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടി പറ്റും അതിൻ്റെ ബില്ലും കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ SSD. ഓക്കെ, 250 GB ഒരു SSD ആണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. ആമസോണിൽ നിന്നാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ബൈ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിൽ ജസ്റ്റ് കൊടുത്തേക്കാം. WD ഗ്രീൻ എന്ന് പറയുന്നൊരു ഇതാണ് ഇനി വരുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ ഒരു സ്റ്റിക്കർ ഉണ്ട്, ജസ്റ്റ് അത് പറിക്കുക. അപ്പോൾ ഇവിടെ നമ്മളെ SSD ഇതാണ് നമ്മളെ NVMe SSD എന്ന് പറയുന്നത്. ഒരു സാധാരണ ഹാർഡ് ഡിസ്കോ അതോ SATA SSD പോലെ അത്ര വലുതോ നല്ല ഒരു ചെറിയൊരു ചിപ്പായിട്ട് വരുന്നൊരു സംഭവം. ഇതതിൻ്റെ യൂസർ മാനുവലാണ്. ഓക്കെ, ഞാൻ പോസ് ചെയ്ത് വായിക്കണം, ജസ്റ്റ് വായിച്ചോളൂ, ഞാൻ ഇവിടെ കാണിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ SSD ഞാൻ അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതാണ് സംഗതി എന്ന് പറയുന്നത്. ഇതാണ് നമ്മളെ SSD. അപ്പോൾ വീഡിയോ ഇതുവരെ കണ്ട് ലൈക്ക് ചെയ്തിട്ടില്ല, ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നത് പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ SSD എന്ന് പറയുന്നത്. 250 GB ഒരു SSD ആണ്. അപ്പോൾ ഇത് നമ്മളെ PC ബിൽഡ് പാർട്ട് 4 ആണ്. അടുത്തത് പാർട്ട് 5 അതായിരിക്കും ഫൈനൽ വീഡിയോ. പിന്നെ ഒരു ചെറിയൊരു അപ്ഗ്രേഡിന് ശേഷം ഇത് ഇതാക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.